ആലത്തൂർ ആർ കൃഷ്ണൻ സ്മാരക വായനശാലയുടെയും ഡിവൈഎഫ്ഐ കാട്ടുശ്ശേരി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ SSLC, +2, LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വായനശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ ആദരിക്കുന്നതിനൊപ്പം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പ്രതിബദ്ധതയും ഉയർത്തിക്കാട്ടുന്ന സന്ദേശമാണ് നൽകിയത്. TM ശശി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ പരിപാടി തന്നെ ഈ കാട്ടുശ്ശേരിയിലെ ഭാവിയിൽ ആരാണ് ആകാമെന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത ഒരു പറ്റം പ്രിയപ്പെട്ട മക്കളോടൊത്ത് ആദ്യത്തെ സമയം ചെലവഴിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് പറയാൻ കാരണം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും കൂടി ചേർന്ന് ഉള്ള പരിപാടി എന്ന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ പറയാൻ കാരണം. നമ്മുടെ ആദ്യത്തെ ഈ പരിപാടിയിൽ ഒരു ദീർഘമായ പ്രസംഗം നമ്മൾ ഇനിയും കാണുമല്ലോ വിവിധങ്ങളായ സമയത്ത്, അല്ലേ? അത് ദീർഘമായ പ്രസംഗത്തിക്കൊന്നും ഞാൻ മുതിരുന്നേയില്ല. നിങ്ങളെല്ലാവരും SSLC, +2 വിജയിച്ച് SSLC ജയിച്ചവർ +2-ന് +1 അഡ്മിഷൻ വാങ്ങി ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. +2 കഴിഞ്ഞവർ ഏതൊരു പോകണമെന്ന് നിശ്ചയിച്ച് നിങ്ങളിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. പലർക്കും അപൂർവ നേരത്ത് മാത്രം തുടങ്ങാറുണ്ട്, ബാക്കി എല്ലാവർക്കും തുടങ്ങി. വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ സമൂഹം പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ അവരെ പ്രേരിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പഠനത്തിൽ മികവ് കൈവരിച്ച വിദ്യാർത്ഥികൾ ഭാവിയിൽ സമൂഹത്തിനും നാടിനും മാതൃകയാകണമെന്നും അദ്ദേഹം ആശംസിച്ചു. തുടർന്ന് വിജയികൾക്കുള്ള ഉപഹാരങ്ങളും അനുമോദന പത്രങ്ങളും TM ശശി MLA വിതരണം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിത സുഭാഷ് അധ്യക്ഷയായി. മുൻ MLA KD പ്രസേനൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R വിനോദ്, കർഷക സംഘം ഏരിയ സെക്രട്ടറി PK മോഹനൻ, മുൻ വാർഡ് മെമ്പർ കൊച്ചുകുമാരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ നേർന്ന അവർ അക്കാദമിക മികവിനൊപ്പം സാമൂഹിക ഉത്തരവാദിത്ത ബോധവും വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി. വായനശാല സെക്രട്ടറി ജനാർദ്ദനൻ സ്വാഗതം ആശംസിച്ചു. സുമേഷ് നന്ദി രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.